അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സാധനങ്ങളെല്ലാം പറക്കി ഒരുവിധമൊക്കെ കെട്ടി ഇതെല്ലാം കൊണ്ടുപോകണം. ഇനി മുകൾ ഭാഗം വൃത്തിയാക്കാനുണ്ട്. 2-3 ടാപ്പ് ലീക്കുണ്ട്. ഇതെൻ്റെ 6 വർഷം പഴക്കം ചെന്ന ഫ്രിഡ്ജാണ്. ഇതെല്ലാം എടുക്കണം. എന്നിട്ട് തൂത്ത് ക്ലീൻ ചെയ്ത് സാധനം പറക്കിയതിന് ശേഷം മാത്രമേ തൂത്ത് ക്ലീൻ ചെയ്യുള്ളൂ. ഇതെല്ലാം ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടേക്കാണ്. അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടെ അന്ന് സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അങ്ങ് കൊണ്ട് ചെന്നിട്ട് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാം ഒരുവിധം ഒതുക്കി. റൂം നോക്ക്, എല്ലാം ഒതുക്കി. ഇത് മുത്തുമോൻ്റെ ഒരു സൈക്കിളാണ്, അത് ഇല്ലാതായിപ്പോയി. ഇത് ഇൻ്റർലോക്കിലിട്ട് ഓടിക്കുന്ന സൈക്കിളാണ് കേട്ടോ. അത് മോൻ പറഞ്ഞ് അങ്ങനെ എല്ലാം വരിക്കെട്ടിതായിരിക്കുന്നത്. ഇനി ഞാൻ ഒരു ദിവസം കൂടെ വരും. ഞാൻ ഒരു ചേച്ചിയെ വിളിച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്യാം. ഇത് മസ്റുമോളെ വാപ്പച്ചി മസ്റുമോക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തതായിരുന്നു പഠിക്കാൻ വേണ്ടി. സ്റ്റഡി ടേബിള് അപ്പച്ചി മേടിച്ചു കൊടുത്തിട്ട് ഏകദേശം 7 വർഷം ആയി. മോള് പഠിക്കാൻ തുടങ്ങിയപ്പോൾ വാങ്ങിക്കൊടുത്തതാണ് വാപ്പച്ചി മോൾക്ക്. നാട്ടിൽ വന്നപ്പോൾ വാപ്പച്ചി മേടിച്ചു കൊടുത്തതാണ് മോൾക്ക്. അപ്പോൾ എപ്പോഴും നിന്ന് പഠിക്കുമ്പോഴും ഇതിൻ്റെ മോഡൽ തന്നെ കാർബോർഡും വാപ്പച്ചി മേടിച്ചു കൊടുത്തു. ഇവിടെ ഇരിപ്പുണ്ട് കാർബോർഡ് മോൾക്ക്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം പറക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് പോവാൻ. പിന്നെ അടുക്കളയൊക്കെ ഇനിയിപ്പോൾ ഒരു ചേച്ചിയും കൂടെ വിളിച്ച് മുകളും ടാപ്പും ഒന്ന് വൃത്തിയാക്കണം. കപ്പാസിറ്റർ ഫാനിൻ്റെ ഒന്ന് മാറിക്കൊടുക്കണം. ഈ ഫാൻ നമ്മൾ വന്നപ്പോഴേ വർക്കാവൂലായിരുന്നു. നമ്മൾ വീടൊക്കെ നല്ല നീറ്റായിട്ട് ഇട്ടേക്കാണ്. ഇതാ ഒന്നുകൂടെ ഞാൻ തൂത്തിട്ട് പോകും. കാരണം ഈ വീട്ടിലാണല്ലോ നമ്മൾ താമസിച്ചത്. ഇത് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് ഇനി വിറവ് കുറച്ച് ആർക്കെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇനി വിറവൊന്നും ചുമന്നുകൊണ്ട് പോകണില്ല. അടുപ്പൊക്കെ സെറ്റാക്കി കൊടുത്ത് പിന്നെ പരിസരം വൃത്തിയാക്കാൻ ഇനി അന്നേ തൂത്തുവാരുന്നോളൂ. ചാവി മിക്കവാറും 2-ാം തീയതി 3-ാം തീയതി കൊടുക്കും ഇൻഷാ അല്ലാ. ഇതൊക്കെയാണ് വിശേഷം. ചിലപ്പോൾ ഈ വീടിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. ടോപ്പിൽ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടോ, വിറവൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് പറക്കി മാറ്റി കൊടുക്കണം. പിന്നെന്താ വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? മറന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടമുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ഒന്നും കൊണ്ടുപോകാൻ നിൽക്കുന്നില്ല. ഇന്ന് മക്കളെ ബുക്കും മോനിക്കൊരു ന്യൂട്രി ചാർജിൻ്റെ പൊടിയുണ്ട് RCMൻ്റെ, അത് കൊടുക്കാമെന്ന് പാലിലിട്ടേ. അപ്പം അത് താണ്ട ഇരിക്കുന്നുണ്ട് ആ ന്യൂട്രി ചാർജ്, അതും കൂടെ കൊടുക്കാം. മസ്റുമോള ചെരുപ്പും കാര്യങ്ങളും പിന്നെ കുറേ ആക്രികളുണ്ട്, എല്ലാം വാരിക്കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. മക്കളെ ഉടുപ്പുകളും കാര്യങ്ങളും. ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടമുണ്ട്. പിന്നെന്താണ്, നമുക്ക് പോയല്ലേ പറ്റുള്ളൂ അല്ലേ. നമുക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു വീട് എന്നായാലും നമുക്ക് വേണ്ടേ. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ അത് മാത്രമല്ല, ഈ പരിസരത്തോട്ട് ഇനി ഇങ്ങോട്ട് വരില്ല ഞാൻ അധികം അങ്ങനെ. ഇതെല്ലാം ഒന്ന് പറക്കി ഒതുക്കണം. അത് അന്നേ ഒതുക്കുന്നോളൂ. ഈ മിക്സി ഉമ്മാക്ക് കൊടുക്കണം. മിക്കവാറും ഇതിപ്പം ഞാൻ കൊണ്ടുപോയി. ഈ മിക്സി ഇപ്പം കൊണ്ടുപോകും ഉമ്മാക്ക് കൊടുക്കാൻ. ആട്ടോ വിളിച്ചിട്ട് ഉമ്മായും ഉണ്ട്. ഉമ്മ അക്കരെ ഒരാളെ കാണാനുണ്ടായിരുന്നു, അങ്ങനെ പോയിട്ട് ഇതുവഴി വരും. ഉമ്മാക്ക് ഇതൊക്കെ ഈ കലമൊക്കെ ഉമ്മാക്ക് കൊടുക്കും. കാരണം ഉമ്മാക്കും സ്റ്റീലും ഉമ്മാക്ക് കൊടുക്കും. എനിക്ക് പാത്രങ്ങളുണ്ടല്ലോ, കപ്പും ഒക്കെ ഉമ്മാക്ക് കൊടുക്കും. എനിക്ക് അവിടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്തായാലും പാഴിക്കളയണില്ലല്ലോ. പിന്നെ മിക്സി നമ്മൾ 6 വർഷത്തെ പഴക്കേ ഉള്ളൂ മിക്സി. പിന്നെ വാങ്ങിയതാണ് നമ്മൾ മിക്സിയൊക്കെ. ഒരു കംപ്ലൈൻറ്റും ഇല്ല. എന്നെ ഒരു ജ്യൂസർ വേണം, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ നിന്നത്. പിന്നെ ഇൻഷാ അല്ലാ അങ്ങനെയൊക്കെ പോകണുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം സമാധാനം. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞു ഹോം ടൂർ, ഇതിൻ്റെ ഹോം ടൂറാണ് വാടക വീടിൻ്റെ. കണ്ടല്ലേ, ഇത് സിറ്റ് ഔട്ട്. ഇതുപോലെ തന്നെ എൻ്റെ പുതിയ വീടും ഒരു ഹാള്, കയറിയിരുന്നത് ഹാള്, 2 റൂമിൻ്റെ നടുക്കാണ് ഒരു ബാത്റൂം. ഫ്രിഡ്ജൊക്കെ കണ്ടില്ലേ നിങ്ങൾ, കൊള്ളൂല്ലേ എൻ്റെ ഫ്രിഡ്ജൊക്കെ. അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് അകം കൂടെ ഒന്ന് തൂത്തു അരിയിട്ട് പോകാൻ ഞാൻ വന്നതല്ലേ. പിന്നെ സ്റ്റോർ റൂമിൽ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത്, ഇതൊക്കെ നായിത്താൻ്റെ സാധനങ്ങളാണ്. അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് അടുക്കി വെച്ചിട്ടുണ്ട്. മക്കളെ കുറച്ച് പാവയൊക്കെയാണ്, അതൊക്കെ ഇനി അങ്ങനെ ഇരിക്കട്ടെ. മക്കളെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെയാണ് മസ്റുമോള. ഇതൊക്കെ ആക്രിക്ക് കൊടുക്കാനാണ്, ഒക്കെ കൊടുക്കണം. ഇതിനിപ്പുറം വെച്ചിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരണം. സ്കൂള് തുറക്കാറായി. ഇതിനകത്ത് മക്കളെ യൂണിഫോം ഇരിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം വെച്ച് ഞാൻ ഉമ്മായും കൂടെ ഇപ്പം അങ്ങ് പോവും. ചെന്നിട്ട് വേണം മോനിക്ക് വല്ലതൊക്കെ കൊടുക്കാൻ ഭക്ഷണങ്ങളെ. അപ്പോഴെന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളാ സുഖം, സന്തോഷം, സമാധാനം. എപ്പോഴും മക്കൾ വളർന്നു പോയാലും എല്ലാവരും പറഞ്ഞു നീ ഒറ്റപ്പെടൂലേ. അള്ളാഹു വിധി പോലെ വരട്ടെ. നോക്ക് വീട് ടോപ്പ് കുറച്ച് വൃത്തിയാക്കാനുണ്ട്. അതാണ്
ഇവിടേക്ക് ഒന്ന് തൂത്തുവാരണം. ഒരു ചേച്ചിയും കൂടെ വിളിച്ചിട്ടുണ്ട്, ഞാനും കൂടെ നിൽക്കും. ചെരുപ്പുകളൊക്കെ പറക്കി അകത്ത് വയ്ക്കണം, മക്കളെ സ്കൂളിലെ ഷൂ ഒക്കെ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. എന്തൊക്കെയോ ഒരു മിസ്സിങ് ഉണ്ട് ഈ വീട്ടിൽ വന്നപ്പോൾ. കാരണം ഞാനും എൻ്റെ ഭർത്താവും ജീവിച്ച വീടാണിത്. നമുക്ക് ജീവിക്കാൻ പറ്റിയില്ല. അള്ളാൻ്റെ തീരുമാനം, വിധി. എത്ര ആയാലും നമുക്ക് എത്ര എന്നൊക്കെ പറഞ്ഞാലും ഒരാളൊരു അന്തിക്കൂട്ടിനുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ജീവിതത്തെ പറ്റിയോ ഇനി കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയോ എനിക്ക് സങ്കടപ്പെടേണ്ട അവസ്ഥകളൊന്നും ഞാൻ ഇനിയൊന്നും ചെയ്യുന്നില്ല. കാരണം അള്ളാൻ്റെ നിഅമത്ത്, അനുഗ്രഹം കൊണ്ട് ഞാൻ ഇവിടം വരെ എത്തി. കഴിഞ്ഞതെല്ലാം ഒരു കഥ പോലെ കളയുകയാണ്. കാരണം അതിനെക്കുറിച്ചിട്ട് ഇനി ചികഞ്ഞ് അന്വേഷിക്കാനോ ഒന്നിനും എനിക്ക് വയ്യ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാനും മക്കൾ സുഖം, അൽഹംദുലില്ലാ, സന്തോഷം, സമാധാനം, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് വിശേഷങ്ങളും. അത് മക്കളെ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് പോകണം. കാരണം അവർക്ക് ചോറ് കൊണ്ടുപോകണം, കറി കൊണ്ടുപോകണം. അപ്പോൾ ഉമ്മായും കൂടെ ഇങ്ങോട്ട് വന്നിട്ട് വെളിച്ചെണ്ണ അവിടെ പൊട്ടിച്ചതിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഉമ്മാക്ക് അങ്ങ് കൊടുക്കും. പാത്രങ്ങളെ അധികം പാത്രങ്ങളൊന്നും വേണ്ട, തോനെയൊന്നും വേണ്ട, ആവശ്യത്തിന് മതി. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇടാൻ ഞാൻ ടിന്ന് മേടിച്ച് ഇതൊക്കെ ഉമ്മാക്ക് കൊടുക്കും. പഞ്ചസാരയൊക്കെ ഇരിക്കണം. ഗ്യാസ് അടുപ്പ് താക്കറിക്കാർക്ക് കൊടുക്കാനേ കൊള്ളാവൂ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് വർക്കാവൂല, ഇത് മാത്രമേ വർക്കാവൂ. ഇതിൽ ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഞാൻ പുതിയൊരു ഗ്യാസും എടുത്തായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നസർമോളെ ബുക്കും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ കൊണ്ടുപോകണുള്ളൂ. പിന്നെ കാരണം മോൾക്ക് അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഹാങ്കറൊക്കെ അവരെ ഉടുപ്പുകളൊക്കെ ഇട്ട് വയ്ക്കാമല്ലോ. അപ്പോൾ അതൊക്കെയാണ്. ഇതൊക്കെ ഇക്ക വാങ്ങി തന്നതാണ്, അരിവാലയൊക്കെ. നോക്ക്, പണ്ടത്തെ അരിവാലയെ അതൊന്നും കളയൂല ഞാൻ. പിന്നെ ഇതെൻ്റെ വലിയമ്മയൊക്കെ തന്ന പ്ലേറ്റുകളൊക്കെയാണ്. എനിക്ക് പ്ലേറ്റൊക്കെ ഉണ്ട്. അതൊക്കെ മതിയല്ല, 5-6 പ്ലേറ്റ്. ബാക്കിയൊക്കെ ഉമ്മാക്ക് കൊടുക്കും. എല്ലാം ഉമ്മാക്ക് തന്നെ കൊടുക്കുന്നത്. പെൻസില് കാര്യങ്ങൾ മക്കളെല്ലാം ഇതായിരിക്കണം. അപ്പം ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അൽഹംദുലില്ലാ. ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു മിസ്സിങ് ഉണ്ട്. ഞാൻ തന്നത് എങ്ങനെ വേണോ അതിനെക്കാട്ടി വൃത്തിയാക്കിയാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം ഒരാൾ പറയല്ലേ നമ്മൾ കാരണം ആ വീട് വൃത്തികേടായി എന്ന്. ഇപ്പം തൂത്ത് ക്ലീൻ ചെയ്യട്ടെ. ഇപ്പം ദാ മഗ്‌രിബിൻ്റെ സമയമായി. ഈ മാസം എനിക്ക് ഡോളർ കിട്ടൂല കേട്ടാ. നമുക്ക് യൂട്യൂബിൽ കഴിഞ്ഞ മാസമാണ് മോണിറ്റൈസേഷൻ അല്ല $100 തികഞ്ഞെങ്കിൽ പിറ്റേ മാസം ലാസ്റ്റ് 21-ാം തീയതിക്ക് 26-ാം തീയതി എല്ലാം അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് യൂട്യൂബ് ബൈറ്റി സ്റ്റുഡിയോയിൽ ഏണിങ്സ് കാണിക്കുന്നുണ്ട്. പക്ഷേ അക്കൗണ്ടിൽ വരുമ്പോൾ എത്ര രൂപ കിട്ടുമെന്നല്ല. $100 നാട്ടിലെ 8000 സംതിങ് വരുമെന്ന് നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ വന്നു. $1 ഈക്വൽ 84 രൂപ $1. അപ്പം $100 ആകുമ്പോൾ 84,000. അതിനകത്തിന് ടാക്സ് പിടിക്കുമോ GST പിടിക്കുമോ എന്തെന്നൊന്നും നമുക്കറിയില്ല. ഒരു വട്ടം എനിക്ക് വരുമാനം കിട്ടുകയാണെങ്കിൽ അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഉമ്മാൻ്റെ കടബാധ്യത, എൻ്റെ കടബാധ്യത, പിന്നെ അതിൽ നിന്നൊരു വിഹിതം പാവങ്ങൾക്ക് ഭക്ഷണമായാലും വസ്ത്രമായാലും എത്തിച്ചു കൊടുക്കണം. നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. പിന്നെ എൻ്റെ ഉമ്മായും വാപ്പായും എന്നെ ഇങ്ങനെയാണ്. എനിക്ക് കൂടുതലും വാപ്പാ വരവാണ് കിട്ടിയിരിക്കണം. കാരണം ഉമ്മാൻ്റെ ഫാമിലി ഫുള്ള് നിസ്കാരവും കാര്യവും എല്ലാ കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ വാപ്പാരെ ആൾക്കാരും എല്ലാ കാര്യവും ഉണ്ട്. പക്ഷേ ഉമ്മാൻ്റെ ഫാമിലി നല്ല എല്ലാം കൊടുക്കുകയും വാങ്ങിക്കുകയും എല്ലാം ചെയ്യും. ഞാൻ കൂടുതലും ചാരിറ്റി കാര്യം, കാരണം എൻ്റെ കാക്കാമാരെല്ലാം ചാരിറ്റി കൂടുതൽ ചെയ്യുന്ന ആളാണെന്ന് വെച്ചാൽ നമ്മളില്ലാത്ത ആൾക്കാരെ ചേർത്ത് പിടിക്കുക. വലിയപ്പ നമുക്ക് പെമ്മൊക്കെ കൂടുതൽ വാപ്പാ കൂട്ടൽ വരവല്ലേ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അള്ളാ ഇരു ഫാമിലിയിലും നല്ല സപ്പോർട്ടാണ്. ദീനീപരമായാലും മനുഷ്യത്വത്തിൻ്റെ കാര്യമായാലും അതിലൊക്കെ ഞാൻ അൽഹംദുലില്ലാ പറയണ. കാരണം അതേപോലെയൊക്കെ വരുവാണ്. അപ്പോഴും എന്നെ കാണുമ്പം ഇന്നിപ്പോൾ ഒരു ആളിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് സഹായം ചെയ്യാൻ. മക്കൾ 3 മരണപ്പെട്ടു പോയൊരു അമ്മൂമ്മ. അവർക്ക് ശരീരം മൊത്തവും വ്രണം. അപ്പോഴവർക്ക് ഡോക്ടർ ഒന്നുമില്ലാതെ ആ വ്രണം വലുതായി വരുമ്പം വെള്ളം കൊണ്ട് പൊങ്ങുമ്പോൾ അതിപ്പോൾ കുത്തിപ്പൊട്ടിക്കുക. അപ്പം അതൊന്ന് വീഡിയോ പിടിക്കണം. ബുധനാഴ്ച എൻ്റെ കൂട്ടുകാരിയുടെ വാപ്പാനെ ഒന്ന് സഹായിക്കണം. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. മാരിബാവാറായി. ഉമ്മ വന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഉമ്മ വന്ന ആട്ടോ വിളിച്ചങ്ങ് പോവുകയാണ്. പിന്നെ ഇൻഷാ അള്ളാ നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തി. വെയിലൊക്കെ കൊള്ളണോണ്ട് തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.
അന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്തൊരു കുക്കറുണ്ട് എനിക്ക്, അപ്പോൾ ഇതങ്ങ് ഉമ്മാക്ക് കൊടുക്കും, കറികളൊക്കെ വെക്കാമല്ലോ. എനിക്ക് എൻ്റെ കൂട്ടുകാരിയുടെ അതായത് എൻ്റെ മസ്റുമോളെ കൂട്ടുകാരിയുടെ ഉമ്മ തന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.